അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നാണ് ഇൻഷാല്ലാ നമ്മൾ നിക്കാഹ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ മുമ്പ് നമ്മൾ ഒരുക്കാൻ വേണ്ടി വന്നിക്കണേ. അപ്പോൾ ഒരുക്കാൻ എല്ലാവരോടും 7 മണിയൊക്കെ പറഞ്ഞിനി. അപ്പോൾ എല്ലാവരും എത്തൂല എനിക്കറിയാം. അപ്പം ഇവര് വരും എനിക്കറിയിനി. ഓല് വന്നു. പിന്നെ അനാനെ പിന്നെ വേറെ പണി ഏൽപ്പിച്ചിരിക്കണം. ഓൻ അങ്ങോട്ട് പോയിക്കണേ. പിന്നെ അച്ചു ഓരോരുത്തരെ മേയിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഷാനിനെ വിളിച്ചിട്ട് കിട്ടിയില്ല. അപ്പോൾ എത്തും. അധികം വൈകാതെ എല്ലാവരും വരും. അപ്പോൾ നമ്മൾ ഒരുങ്ങൽ തുടങ്ങുകയാണ്. പിന്നെ ബാസ് എന്താ വെച്ചാല് 8 മണിക്ക് ഇറങ്ങുന്നതിന് ബാസ് 7 മണിന്റെ പറഞ്ഞു കണ്ടറിഞ്ഞിട്ട് ഞങ്ങളെ സ്വഭാവം അറിയാം. നിങ്ങളെ കുറെ കാണണേ. അപ്പൊ ഞങ്ങളും കണ്ടറിഞ്ഞ് ഞങ്ങൾ എന്താട്ടി 7 മണിയിൽ 7 അത് ഞാൻ 8 മണി പറഞ്ഞെന്ന് വെച്ചാൽ ഇവരൊരു 7:30 എത്താൻ വേണ്ടിട്ടാണ്. അപ്പൊ എന്നിട്ട് ഓൾറെഡി 7 മണി പറഞ്ഞു. ഓലത് 7 മണി വേണ്ട ഞാൻ പറഞ്ഞു വേണ്ട ഓല് നടുവിൽ പിടിച്ചു. അപ്പൊ കറക്റ്റ് ടൈമായി. ഞാൻ ഉദ്ദേശിച്ച് നമ്മള് 7:30 ഒരുങ്ങി തുടങ്ങണേ. അപ്പൊ അതേ പ്ലാനിങ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതേമാതിരി കുറെ പ്ലാനിങ് ഇനി കുറച്ച് പ്ലാനുകളുണ്ട്. സർപ്രൈസ് ഇന്നെനിക്കൊക്കെ പറഞ്ഞു തരുന്ന സാധനം മാത്രമേ ഇന്ന് എനിക്ക് സർപ്രൈസ് നഷ്ടപ്പെടുന്നില്ല. നാളെ മുതൽ ഫസ്റ്റ് കോസ്റ്റ്യൂം അല്ലേ നമ്മള് മാറ്റിയെടുക്കാൻ പോവാണ് റയൽ മാഡ്രിഡിന്റെ ജേഴ്സി കെട്ട് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോയിൽ നിന്നാണ് നമ്മൾ തുടങ്ങാൻ പോണത്. തുടങ്ങാം. അപ്പൊ പരിപാടി തുടങ്ങാം. മാറ്റി തുടങ്ങാം കേട്ടോ. ഫസ്റ്റ് പാന്റ് ഇട്ടോ. ഞാൻ പറയട്ടെ മീശി നടക്കുന്ന വാർന്നയിൽ സെറ്റ് ചെയ്യണം. ആകെ പൊന്തി ഞാൻ ഇന്നലെ വെട്ടിയതാണ്. ഇന്നലെ രാത്രി പോയി കണ്ട് പിന്നെ എങ്ങനത്തെ ടെൻഷനുള്ളത് പരിപാടിക്ക് ടെൻഷൻ അടിക്കണേ. ടെൻഷനൊന്നുമില്ല. ഞാൻ പറയട്ടെ 10 കഴിഞ്ഞാൽ നിക്കാട് കഴിഞ്ഞാൽ ടെൻഷൻ ഫുള്ള് പോകും. പിന്നെ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു ടെൻഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് ഏറ്റവും വലിയ ടെൻഷൻ. ഗ്രൂമിംഗ് ആണ് പറഞ്ഞു. ഓൾറെഡി ബുക്ക് ചെയ്തു. എനിക്ക് 4 മാസം എക്സ്പീരിയൻസ് ഉണ്ട്. 4 മാസം മറ്റേ പണ്ട് നിന്നാട്ടോളല്ല പഴയ ട്രെൻഡാണ്. പഴയ പ്രൈം മിനിസ്റ്റർ പാന്റ് ഇടണോ? തുണിയാണ്. അതല്ല ആ പാന്റ് ഇടണോ? സാധാ പാന്റ് തുണി മതി. കള്ളി തുണിയാണ്. ഫുൾ സ്റ്റാൻഡേർഡ് ആകാൻ നോക്കുന്നു. ബാസിനെ ഞാൻ എന്നോട് അന്ന് എന്ന് പറഞ്ഞു നമ്മളാവണം. ആർട്ടിഫിഷ്യൽ ആയിട്ട് കാണില്ല. ഇതിന്റെ പാന്റ് ആ കല്യാണ പിന്നെ എല്ലാരും മറ്റേ ഫുൾ കോസ്റ്റ്യൂം ഞങ്ങളെ ലുക്ക് ചെയ്യുന്നുണ്ട്. ഞാനൊന്ന് പേടിച്ചു. ചൈനീസ് ഭാഷ റോളക്സിന്റെ കോസ്റ്റ്യൂമാ. ഇവിടെ ഇരിക്ക്. മാമന്റെ ആദ്യത്തെ കല്യാണം. ആദ്യത്തേതും അവസാനത്തേതും. ടെൻഷൻ അടിക്കല്ലേ. എന്നാലേ അന്ന് അർഷുവിന്റെ കല്യാണത്തിന് അർഷുവിനെ കുറെ ഫിറ്റ് ആക്കി. ഇതിന് ടെൻഷൻ അടിക്കണ സ്വന്തം കല്യാണത്തിന് 1000 വലിയ അപ്പുറം. ഇത് എങ്ങനെ മുടി വാരല്ലേ? അതല്ല ഇതില് തീരുമാനിക്കണേ. അങ്ങനെ ഫിക്സ് ചെയ്യാം. ഇങ്ങനല്ലേ 2 സൈഡ് പൊന്തിയാണ്ട അവിടെ ഇപ്പുറം ഓന്റെ ക്യാമറയില്ല വാസിന്റെ ഹൈ ക്വാളിറ്റി. ചീർപ്പുണ്ടോ? ചൂട് കൂടുമ്പോ പറയണേ. അതൊന്നും വേണ്ടേ. ഇടയ്ക്കൊന്ന് അടങ്ങി നിന്നാ എന്താണിത്? അത് കാണിച്ചു തരാ. ഞാൻ വാക്സ് ഇടുമ്പോ സെറ്റാവേ ഉണങ്ങാൻ വേണ്ടിട്ടാ. ഉണങ്ങിക്കണ് ഇജൊന്ന് അടങ്ങി നിക്ക് ബാസിലെ. ഇതിങ്ങനൊരു കാക്ക, ഒരു നാടൻ കാക്ക. ഇനി മറ്റേതാടാ ഇതാണ് പീസട്ടാ. ഇത് ലാസ്റ്റ് ഒരുങ്ങി കഴിഞ്ഞല്ലേ? ഇനി സംഭവങ്ങള് ഇതിപ്പോ തന്നെ അടിച്ചോ? അടിച്ച് ആദ്യം എന്താണെന്നോ കുറച്ചടിച്ചിട്ട് റെഡി ആക്കിയിട്ട് പിന്നെ സെറ്റ് ചെയ്ത് നിർത്തി അടിച്ച് ആ ഫാൻ നോക്കാം. നല്ലത് പൊടിയാണ് പാടുന്നത്.
അപ്പൊ സുഹൃത്തുക്കളെ അസറു 4 മാസം ബാർബർ ഷോപ്പിൽ എക്സ്പീരിയൻസിലാണ് ഇപ്പൊ ഇത് ചെയ്തോണ്ടിരിക്കണേ. അതെ പാർട്ട് ടൈം ചെയ്തിരിക്കുന്നു. പാർട്ട് ടൈം അതെ പണ്ട് 2014-15 അന്നത്തെ style അന്നത്തെ ആ ഒരു സ്റ്റൈലിലേക്കാണ് ഞാൻ മാറാൻ പോടുക. സെറ്റല്ലേ നീ കണ്ണു ഇച്ചെന്നോ അടിച്ചിട്ട് ഞാൻ എന്റെ ലെവലിൽ എക്സ്പീരിയൻസ് ആണ്. നിക്കേ ഞാൻ പൊത്തിക്കൊണ്ട് അത് അങ്ങനെ എനിക്ക് പൊത്തരുത്. ഞാൻ പൊത്തുമ്പോൾ എനിക്ക് ഒരു എന്റെ മേത്ത് വെള്ളം തട്ടുമ്പോൾ എനിക്ക് നമ്മുടെ കൂടി ഞാനത് പൊത്തട്ടെ ധൈര്യത്തിലാണ്. എനിക്ക് അത് ആരാ പൊത്തിക്കും മേലേക്ക് മേപ്പട്ടേക്ക്. ഓക്കെ മതിയൊന്നും പറയരുത്. എന്താണ് കണ്ണുക്കൊന്നും ആയില്ലല്ലോ. കണ്ണുകല്ല പിന്നെ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ? ഉള്ളില് കേറണം കണ്ടോ. ഓവർ നനഞ്ഞ ഉള്ളു കാണും. ഇല്ല പൊടിമരുന്നുണ്ട്. അല്ല ഞാൻ റെഡി ആക്കട്ടെ. ഇനി എനിക്കൊന്നും ഇല്ല ഞാൻ റെഡി ആക്കിട്ടാണ് കൂട്ടാ. ടെൻഷൻ അടിക്കണേ. അത് പിന്നെ ഉറക്കൂല അവിടെ. ഇതെന്താരോ ഓ ഇതിപ്പം വെറ്റായിട്ട് നിക്കാണ്. ഇത് ഉറക്കും കുറച്ച് ഞാൻ ഇത് പറയാതെ വേറെ പോണം കേട്ടോ. ചീർപ്പുണ്ടോ? ചീർപ്പം വേണ്ട. ചീർപ്പം ഞാൻ ഉപയോഗിക്കലല്ല. ചീർപ്പുണ്ടെങ്കിൽ ഉള്ളു കാണൂല. ആണോ എക്സ്പേർട്സ് ആണ്. പക്ഷെ ഇതിപ്പോ എനിക്ക് ഉപയോഗിച്ച ശീലമാണ്. അന്റെ ഇങ്ങനല്ലേ ഇങ്ങനൊക്കെ ട്രെൻഡിങ്. ഇത് നിക്ക് ഞാനൊന്ന് കണ്ണാടി നോക്കട്ടെ. സെറ്റാണ്. ആ കൊറേയൊക്കെ ഇനി ഒന്ന് എന്റെ രീതിയിൽ മാറ്റിയാണ്. എനിക്ക് തരുന്നില്ലേ ഇനി വിശ്വസിക്കണില്ല. ഏകദേശം ഇങ്ങനെയൊക്കെ ഇല്ല. മുഖത്ത് മുഖത്തൊന്നും വേണ്ട. മീശൊന്ന് അഡ്ജസ്റ്റ് ഒന്നും വേണ്ട. ചീർപ്പൊന്നും എടുത്തരോ? ഫേഷ്യലും ഫേസ് വാഷും കൂടി ഇട്ടിട്ടില്ല. ഇനിയിപ്പോ ഈ സമയത്ത് മസ്റ്റാണ്. ഇവിടെ ചീർപ്പ് മസ്റ്റാണ്. അത് ചീർപ്പില്ലാതെ അത് ഞാൻ കൈ കൊണ്ട് റെഡിയാക്കും. കൈ കൊണ്ട് റെഡി ചെയ്യാൻ പറ്റുമോ? അസല ഈ വാക്സ് വെച്ച് അങ്ങനെയാണ് വിശ്വസിക്കാൻ ആദ്യം എന്റെ ഇതില് വാരി എന്നിട്ട് സ്പ്രേ ചെയ്ത് സെറ്റ് ചെയ്യും. സ്പ്രേ ചെയ്തു ഇല്ല സ്പ്രേ ചെയ്തില്ല. സ്പ്രേ ചെയ്ത് ഇങ്ങനെ അടിച്ചോ ഞാൻ പിന്നെ ഒരുങ്ങി കണ്ട് ശരിയായിക്കോട്ടെ. ഇറങ്ങുമ്പോ എന്തായാലും ഒന്ന് ലെവലാക്കും. തൽക്കാലം അങ്ങനെ മതി. എനിക്ക് എന്റെ സുഹൃത്തുക്കളെ വേണ്ട ഒറ്റ എന്നിട്ട് ഞങ്ങള് വരികയാണെന്നുണ്ടപ്പോൾ എല്ലാവരും പേരിനെ തൂക്കി വെച്ചു. അതിന്റെ ഇതിനൊക്കെ ഒരു കോലം നോക്കി. ഇതെന്ത് ഭംഗിയില ചെയ്തത്? ഞാൻ ചെയ്തല്ല, ഒരാൾ തന്നല്ലേ. നോക്കോ ഒരാഴ്ച കൂടി കഴിഞ്ഞതൊക്കെ എറി സ്വന്തം ഫോട്ടോസ് ഒക്കെ എടുത്തു വെച്ചപ്പോ ഇനി പെണ്ണ് കൂട്ടുള്ള ഫോട്ടോസ് മാത്രം മതി നടന്നു. അല്ലട്ടോ അങ്ങനെ എടുത്തിട്ടല്ല. എന്താണ് ചീർപ്പ് ഇവിടെ എവിടെ ബിൻസി വെച്ച് കാണും. ഓനെ മുടി വാരലുണ്ട്. അങ്ങനെ ഇങ്ങനെ ആട്ടല്ലേ. മെതിക്കട്ടോ ഞാൻ ഫോട്ടോ എടുക്കാം. ഞാനത് ഇവിടെ ഒന്നുമില്ല. ഫോട്ടോ കല്യാണം അല്ല എന്റെ മുടി വേഗം നീങ്ങളെ മുടി കൊണ്ട് ഇന്റെ വിചാരം എപ്പോഴും നീങ്ങുന്നതാണ്. അതിനെ പറയണതേ ഇത് ചെയ്ത് അതൊക്കെ പുതിയ സ്റ്റൈൽ. ഞങ്ങൾ പഴയ സ്റ്റൈൽ എന്റെ കാറിലുണ്ട് റൗണ്ട് ചെരുപ്പ്. അത് വരാൻ കഴിയില്ല. മതി മതി വരാൻ കഴിയും. എനിക്ക് വേദനിക്കാത്ത രീതിയിൽ സെറ്റ് ആയി തരുന്ന ഹീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഹീറ്റൊക്കെ ചെയ്ത് ഹീറ്റ് ചെയ്യുമ്പോ തന്നെ പറഞ്ഞാലും നിക്കുള്ളൂ കേട്ടോ. എടാ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത് വെച്ചൊക്കെയാണ്. ഇനി ഇതിന്റെ മേലല്ല പക്ഷെ ഇവിടെ ഇങ്ങനെ തള്ളി കിടക്കണ സെറ്റ് ആക്കി ഇന്ന് ഞങ്ങൾക്ക് നിന്നാ മതി. ബാക്കി ഞങ്ങൾ ഏറ്റവും അതെ കല്യാണ പേരിലാണെങ്കിലും ഞങ്ങളെല്ലാം ഇങ്ങനെ നിൽക്കേണ്ടത്. ഇജ്ജാ നിൽക്കേണ്ടത്. ഇങ്ങനെ നിന്നാ മതി. വെറുതെ വെറുതെ ഇജ്ജ് ഞങ്ങളോടെ വെറുതെ വെക്കാൻ പറഞ്ഞത്. ഞങ്ങൾ വെറുതെ വെക്കൂല. ഞങ്ങൾ ഇങ്ങനെ എന്നെ സെറ്റ് ചെയ്യോ. ഇനി എന്റെ രീതിയിൽ ഇങ്ങോട്ട് പറഞ്ഞാല് അങ്ങനെ നോട്ടെ. സെറ്റാ ഇഷ്ടയോ? എന്നാ ഇനി ഇവിടെ മിസ്റ്റേക്ക് ബാസിൽ 2012 സ്റ്റൈലാണ് എനിക്ക് ഇഷ്ടമായി. ഇല്ല ഡ്രസ് മാറ്റി
ടൈമിന്റെ കാര്യത്തില് ഒരു സെക്കൻഡ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടിട്ട് ഇതൊന്ന് ഫാസ്റ്റ് ആക്കിയാൽ മതി. ഇത് വേറെ ഒന്ന് കാര്യങ്ങളൊന്നും ആലോചിച്ചാൽ മതി. ഒരു സെക്കൻഡ് കൂടെ കുഴപ്പമുണ്ടോ? പറ്റൂല. നീ ഇങ്ങോട്ട് നോക്കാം. നോക്കും വേണ്ട ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞുതരാം. സംഭവം എന്താ വെച്ചാൽ ബാസിൽ ഇങ്ങനത്തെ യാതൊരുവിധ ആർട്ടിഫിഷ്യൽ സാധനങ്ങളും മുടിയിൽ തേക്കാത്ത ആളല്ലേ ബാസില. അപ്പൊ ഇപ്പൊ ഇടങ്ങേറ് തേച്ചു കഴിഞ്ഞപ്പോ ഇറിറ്റേഷൻ പക്ഷെ കുഴപ്പമില്ല. ഇല്ല ഇത് വെറുതെ അല്ലേ, ഇതിലും വലിയ ഇറിറ്റേഷൻ നമുക്ക് സ്റ്റേജിൽ നിൽക്കുമ്പോ ഇല്ലേ ഇവിടെ വന്നിട്ടില്ലേ അന്റെ ഇതിനൊന്ന് സെറ്റ് ചെയ്യും ഇപ്പൊ തന്നെ. ഇതിൽ നിന്ന് സൈഡിക്ക് നിങ്ങൾ അടിച്ചിട്ടില്ല. സൈഡ് എങ്ങനെ അടിച്ചാലും ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ആക്കൂലേ? ഈ കാക്കാന്റെ പറഞ്ഞ തന്നെ പിന്നെ പറയണ ആരൊക്കെ വന്നേനൊക്കെ ദുബായിൽ നിന്നും നമ്മുടെ ജാസിയാണ് ഇങ്ങോട്ട് മാറി നിൽക്ക്. അപ്പൊ ഞങ്ങളുടെ രണ്ടാള് കൂടെ നമ്മുടെ ഈ ഒരു അണിയരിങ്ങൾ പരിപാടിക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അല്ലേ ബാസില? ഒരുങ്ങൽ പരിപാടി. ഇവനൊന്നും പറ്റണില്ല, ഇവന് സ്പ്രേ പറ്റണില്ല, ഗ്രൂമിങ് പറ്റൂല, സ്വന്തം ചെയ്യണം. അതന്നെ ഒരുക്കൊണ്ടിരിക്കണോ സൈക്കോ ഇപ്പൊ വന്ന് തുടങ്ങി. ഓനിങ്ങനെ പറ്റുള്ളൂ. ഓന് സാധാ ഇങ്ങനെ വയറിൽ ഇങ്ങനെ തന്നെ മതി. പൊക്കാനയക്കണല്ലേ ഓൻ അങ്ങനെ ഓന്റെ ഗൺഫേർട്ട് അതാണ്. എന്നാ വാങ്ങിയിരിക്കും ബാസിലെ. ഇത് ബാസിലെ എല്ലാ സ്റ്റാൻഡേർഡ് ഒന്നും വേണ്ടതാണ്. ഇങ്ങനൊന്നും അല്ല ബാസിലെ ഇടുക. കൊടുക്കണല്ലേ ഇനി ഇതിട്. ഷർട്ടൊന്നുമില്ലല്ലേ? ആ എടുക്കണേ. ആദ്യം ഉള്ളത്തെ ഉള്ളത്തിട്ടോ. അപ്പൊ നമ്മള് ഡ്രസ് ചേഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് ഡ്രസ്സ് തന്നത് നമ്മളെ പെരിന്തൽമണ്ണ ലിൻഫാബ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പ് ആണ്. അപ്പോൾ എന്താ വെച്ചാൽ അവിടുത്തെ ഷബീബ്ക്ക നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയി. അപ്പോൾ മൂപ്പര് നമ്മളോട് കുറേ നല്ല, അതായത് നിങ്ങൾക്ക് അവിടെ ചെന്നാൽ ഏത് രീതിയിൽ മൂപ്പര് ഡിസൈൻ ചെയ്തിട്ടുണ്ടോ, അതായത് എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് ഇത് വർക്കൊന്നും ഇല്ലാത്ത രൂപത്തിൽ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു സാധനം മതിയാണ് കാണിച്ചു കൊടുത്ത് വേറെ ഒന്നും വേണ്ട. മൂപ്പര് നല്ല അടിപൊളിയായിട്ട് കുറേ സാധനങ്ങൾ കാണിച്ചു തന്നെ ഒക്കെ രസമുണ്ട്. പക്ഷേ നമുക്ക് നമ്മുടെ മൈൻഡിന് നോക്കിയാണ്. അപ്പോൾ എനിക്ക് പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ സിമ്പിളായിട്ട് ഒരു സാധനം ചെയ്യിപ്പിച്ചത്. അവിടെ ചെന്നാൽ നിങ്ങൾ പറയുന്ന രൂപത്തിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തൊരു ഇതിപ്പോൾ ഞാൻ ഇട്ട് നോക്കിയിനി. അപ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ടാണ് ഇട്ട് നോക്കിയ സമയത്ത്. അപ്പോൾ നമ്മളെ പെരിന്തൽമണ്ണ ഷബീബ്ക്കാക്ക് ഒരുപാട് നന്ദി. മൂപ്പര് അടിപൊളിയായിട്ട് നമ്മൾ പറഞ്ഞ ടൈമിൽ തന്നെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തന്നു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേമാതിരി ഡിസൈൻ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്യിപ്പിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് പോകട്ടോ. ഞാൻ മൂപ്പരെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ അടിയിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ. അങ്ങനെ സുഹൃത്തുക്കളെ നമ്മുടെ കല്യാണച്ചക്കൻ്റെ ജാക്കറ്റും ഷാക്കറ്റും ആണിത്. ഇത് നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഷാക്കറ്റ് പറഞ്ഞ ഉള്ളിൽ ഈ സാധനത്തിനോട് അറിയില്ല അല്ലേ? നമുക്ക് ഇതിട്ടാലോ? ഇരുന്ന് കൊടുക്കട്ടോ. പെട്ടെന്ന് കൂരാ പറയുന്നത് മുട്ടടിച്ച കറക്റ്റ് ബറോ സ്റ്റൂല് മോഹൻലാലിന്റെ വരാൻ അനുബന്ധിച്ച് പ്രൊമോഷൻ ചെയ്യാം. നമുക്ക് പോലെ കുട്ടിയെ പറ്റിയ പടാണ്. നമ്മള് പോയി കണ്ടിട്ട് അനക്ക് പറ്റും. ഹാരി പോട്ടർ മുട്ടടിച്ച
അല്ല പറഞ്ഞേ നോക്കിട്ടോ ചിലതൊന്നും ഇതൊന്നും പോയി ഷർട്ട് പൊളിച്ചിട്ടോ ഷർട്ട് ചൂടി തന്നാ ഞാൻ ഇതിട്ടാണ് പോകുന്നത് എനിക്കല്ലേ വാങ്ങിട്ടോ അങ്ങനെ അല്ല രണ്ടതേ ഇത് ഇങ്ങോട്ട് തിരിച്ചേക്ക് നമ്മള് കൊടുക്കുന്ന വരി വേണം ഇങ്ങനെ ഇത് കാണില്ല വ്ലോഗൊക്കെ ഉണ്ട് രാത്രി ഉരുണ്ട് അങ്ങനെ കല്യാണ ചെക്കനെ നമ്മൾ ഇനിയുള്ള ഒരു 8 മണിക്കൂറിന് ഈ ഒരു ജാക്കറ്റിന് ജിമ്മ് പൊതിയാൻ പോവാണ് പഠിക്കണ്ടേ പുഷപ്പ് അടി 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 ഇങ്ങനെ ഈ ഡ്രസ് എന്താ പുഷപ്പ് പറഞ്ഞേ 1 2 3 4 5 6 7 8 9 Come on, come on, come on. വർക്കൗട്ട് ഹാപ്പി അപ്പൊ ഞാൻ ബൈസെപ്സ് ആണ് എടുത്തോ ഓ ബംബൈ 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 ഞാൻ എന്നാ എനിക്കിട്ട് ശീലമൊന്നുമില്ലേ ഇതൊക്കെ അവിടെ പോസ്റ്റ് ആ ഞാൻ അപ്പൊ ആദ്യമായിട്ട് ഇട്ടേ ആ പാട്ടാണോ മുർഷി വാസിട്ടോ വേണ്ട ഇത് മര്യാദക്ക് തിട്ടോ വേണ്ട സെൽമ ഇപ്പൊ ഇങ്ങോട്ട് വരും തുടങ്ങല്ലേ ചിരിക്ക് ചിരിച്ചോണ്ടേക്ക് സുണുമാഹി സുണുവേനാഞ്ച ചിരിച്ചോണ്ടേക്ക് ചിരിച്ചോണ്ടേക്ക് ഇന്റെ മാത്രം പോയി ചിരി കുറച്ചുകൂടി മേലക്ക് ചിരിച്ചാ അങ്ങോട്ട് നോക്കിയാണ്ട് പൗഡർ ഇട്ടേ മുഖത്തൊക്കെ പൗഡർ പൂസിക്കണേ ഞാനും കൂടി പോയിട്ടില്ല എന്തേലും നബില് പറഞ്ഞ അപ്പന്റെ മണാലി എടാ ഇതോ ഇതാണോ അതല്ല ആ എന്റെ ഷൂ ആണ് ഓ ഇതെന്റെ നിക്കാനിച്ച് വാങ്ങിയാലേനു ആ ഷൂ അനക്കിടാൻ അല്ല പെങ്ങളല്ലേ അതിനെടുത്തില്ലേ അതില് സോക്സ് ഉണ്ട് ഉഫാൻക ആ ഡോറിനുള്ളിൽ ഈ സൈഡില് ഇപ്പുറത്തെ സൈഡില് മറ്റേ ആ ഡീല് മാത്രം ഇടുന്ന സോക്സ് അല്ലേ ഏതാ കളർ ചെക്കന്റെ നല്ല കിടുന്നത് പോലത്തെ ഷൂ ആണ് ജോസഫ് ഗോൾഡ് മറ്റേ ജോസഫ് ഗോൾഡിന്റെ ലക്ഷറി ഷൂസ് ആണ് നമ്മളെ ചെക്കൻ്റെ അല്ലെ മെയ്ഡ് ഇൻ ഇന്ത്യ ഹാൻഡ് മെയ്ഡ് ഇൻ ഇന്ത്യ വൈറ്റ് ഇടാ അതാണ് ഇമ്പോർട്ടന്റ് ഹാൻഡ് മെയ്ഡ് വാസല ഇതുണ്ട് ഇത് വേഗം സോക്സ് തൊട്ട് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കഴിക്കാൻ പോയി ഗൺഫേർട്ട് നമുക്ക് ഫുഡ് കഴിച്ചാലോ നിക്കാതെ കഴിഞ്ഞാല് ബാസില് സ്വഭാവം മാറില്ല ഇപ്പൊ തന്നെ മാറിയില്ലേ ഇപ്പൊ തന്നെ ഒരു ചെറിയ കാര്യമുണ്ട് എന്താണ് ഈ സോക്സ് ഒന്നും ഇല്ല ഈ കോട്ടൊന്നും ഇരിക്കാം ഞാൻ ഒന്നും കൊടുക്കട്ടെ ഓക്കെ
ഒന്നുപ്പെടുത്തീനില്ലേ ഇജ്ജിപ്പെടുത്തിക്കണേ. എന്നിട്ട് മാറ്റണോ മനസ്സിക്ക് കുഴപ്പമില്ല. അതൊക്കെ ബാസിന്റെ ഫോണിൽ വിളിച്ചാൽ പിസി ഒന്നും കാണൂലേ അതെ ഫുൾ നമ്പർ ഫുൾ നമ്പർ പീസ് മാത്രല്ല എനിക്കല്ലേ നമ്പർ പീസ് ഒക്കെ ആണെങ്കിൽ സഹിക്കാം മുർഷിയ ഫോൺ കട്ട് ചെയ്യണം സഹിക്കാൻ പറ്റും കട്ട് ചെയ്യും ഇടയ്ക്ക്. എന്നിട്ട് പറയാ ഞാൻ ഓളിറ്റ് കോൾ പിന്നെ വിളിക്കാം ആടാ ഒരു വട്ടങ്ങളുടെ പറഞ്ഞു ഒറ്റ വട്ടം രണ്ടോട്ടം പറഞ്ഞു മുടിയൊക്കെ അവസ്ഥ മുട്ടൊക്കെ സെറ്റാണ് മുടിയൊക്കെ അവസ്ഥ മുടി പോരാ പക്ഷെ എന്റെ ആ ഒരു ശൈലിയിലാണ് ഇജ്ജ് വാർന്നത് പിന്നെ നമുക്കൊന്നും പറയാലോ വകുപ്പില്ല തെളിഞ്ഞോ ഓ നമുക്ക് ഈ കുരു പൊട്ടിച്ചാലോ ഷാനോ ഞാൻ പറയുന്നേ ഇവിടെ വാ അഫിയ, ചാടി ചാടും എടാ ചായ കുടിക്കട്ടോ ഇപ്പൊ ഞാൻ ചായ കുടിച്ചാ ഞാൻ ചാടിക്കല്ല സൽമാൻ ദിലീപേട്ടൻ കോസ്റ്റ്യൂം ഓടാ പാലം കഴിഞ്ഞാൽ മാതാവ് ആണ് മാതാവിന്റെ അടുത്ത് റൈറ്റ് മാതാവിന്റെ അടുത്ത് റൈറ്റ് റൈറ്റ് ഞാൻ ചാടിച്ചില്ലല്ലോ അന്വേഷണങ്ങള് ബാസിൽ എന്താ വെച്ചാല് ബാസിൽ നേരത്തെ എല്ലാരും ഏരക്കിലെത്തി ഇതാണ് ഞാൻ ആഗ്രഹിച്ച ഇന്ത്യ. ടൈമിങ് പൊളിച്ച് ഞാൻ എന്താ വെച്ചാല് ഏർക്ക് എത്താൻ വേണ്ടിയാണ് ഞാൻ 7 മണി പറഞ്ഞത്. അപ്പൊ എല്ലാരും ഏർക്ക് എത്തി. അതായത് എനിക്ക് എന്നില്ല ഏറ്റവും വലിയ സന്തോഷം തരും. അല്ല ഒറ്റ കാര്യം പറയാനുള്ളൂ സാധനം തന്നെ ഉള്ളൂ ഇപ്പൊ തിന്ന സാധനം കിട്ടും ഫുഡൊക്കെ കഴിച്ചോട്ടോ. സന്തോഷം പറയും അതായത് ഒരു ടൈമിൽ നിങ്ങളെല്ലാവരും ഒരു സ്ഥലത്ത് എത്തി അല്ലേ അച്ഛോ സമയത്ത് ഒരു സ്ഥലത്ത് എത്തണം ആദ്യമായിട്ടാണ്. അതിൽ ഞാൻ വളരെ ഫസ്റ്റ് ടൈം ഇൻ ഹിസ്റ്ററി. നമുക്കിന്ന് പൊറോട്ട ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, ചിക്കൻ പീസ് ഉണ്ട്, കറിവേപ്പിൻ്റെ ഉണ്ട്, എല്ലാവിധ പരിപാടികളും പറയലേ. ഹായ് വ്ളോഗ് ബാസിലിന്റെ ചാനലിൽ വരുന്ന ഫസ്റ്റ് ക്യാമറയിലെടുത്ത വ്ളോഗാണ്. നല്ല ക്ലാരിറ്റി ഉള്ള വ്ളോഗാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. എല്ലാവരും ഈ വ്ളോഗ് മസ്റ്റ് ആയിട്ടും വാച്ച് ചെയ്യുക. കൂട്ടത്തിൽ ഏറ്റവും ക്ലിയറിൽ വരുന്ന വ്ളോഗാവും ക്യാമറയിൽ എടുത്ത വ്ളോഗ്. അപ്പോൾ എല്ലാവരും 4K ദൃശ്യം ഇതോടെ വരുന്ന ഈ ഒരു വ്ളോഗ് എന്തായാലും കാണാൻ അറിയിക്കുന്നു. എന്നാൽ നമ്മൾ മുർസി സാർ ഇവിടെ രാവിലെ തന്നെ നിക്കായിന്റെ എല്ലാ അനുഭവ പാഠങ്ങളും പഠിച്ചുകൊണ്ട് നമ്മുടെ അതായത് ബാസിലിന്റെ ദാമ്പത്യ ജീവിതത്തിൽ പുതിയൊരു കാല് എടുത്തു വെക്കുമ്പോൾ ബാസിലിന് ചുവട് വെക്കാനുള്ള ഓരോ ചുവടും പഠിപ്പിച്ചു കൊടുത്തത് മുർഷിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബാസിന് കല്യാണത്തോടനുബന്ധിച്ച് ഓരോ ദിവസം മുർഷിന്റെ വീട്ടിൽ പോയി ഇങ്ങനെ അന്വേഷിക്കുന്നു എന്താണ് അവിടെ നടക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യണമെന്നുള്ളത് മുർഷിയാണെന്നൊക്കെ പഠിപ്പിച്ചു കൊടുത്തത്. എന്തെങ്കിലും പിഴവുകൾ ഉണ്ടെങ്കിലും അത് മുർഷിക്കാരനാണ്, മികവുകൾ ഉണ്ടെങ്കിലും മുർഷിക്കാരനാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ചക്കരേ രാത്രി വണ്ടി കയറാണ് ഞാൻ തന്നെ എല്ലാരും സിറ്റ് ഔട്ടിൽ നോക്കിയിരുന്നു. ഒറ്റക്കിരുന്ന് വണ്ടി കഴിക്കാൻ നമ്മൾ ഇറങ്ങണത് ഓന്റെ വണ്ടിയിലാണ്. ഇറങ്ങിയാണ്ട് നമ്മള് സെറ്റ് ആക്കും. ഞാൻ എന്റെ വണ്ടിയിൽ ഇറങ്ങണമെന്നാ പറഞ്ഞത്. വളരെ നേരത്തെ പറഞ്ഞു, തലേന്ന് രാത്രി 12 മണിക്ക് പറഞ്ഞു നമുക്ക് നാളെ എന്റെ വണ്ടി പോകണം. അപ്പൊ എനിക്ക് സമ്മതിക്കണില്ല, പെട്ടെന്ന് കേൾക്കാൻ പറ്റി. എനിക്ക് അപ്പൊ ഭയങ്കര സന്തോഷമായി. ഞാൻ വണ്ടി കഴിക്കുകയാണ്. രാത്രിക്ക് 12 മണിക്ക് ഇരുന്ന് വണ്ടി കഴിക്കാണ്ട് നമ്മൾ വണ്ടിക്ക് സെറ്റ് ആക്കിക്കണ്. അപ്പൊ നമ്മള് ബാക്കി കാര്യങ്ങൾ കാണിച്ചു കേട്ടോ. ഫോട്ടോ പാലും പായോ പാല് പാടോടക്കലും പാല് മാത്രല്ല ആ പാട ആർക്കും കൊടുക്കൂല. അതന്നെ ഓനോ അതും ഓനോ ആണ്. ആ പാടടക്കം തോണ്ടി തിന്നിട്ട് ആ പാട ഞാൻ പാലപ്പോ തന്നെ കാഴ്ച കുടിച്ചില്ലല്ലോ. അത് തണുത്തിട്ട് അതിന് പാടട്ടണം. ചെറുപ്പത്തിന് 3 ലിറ്റർ പാല് അങ്ങനെയാണ്. ചെറുപ്പത്തിന് 3 ലിറ്റർ അതല്ല ഒരു പാല് ചേച്ചി ചന്ദ്രിക ചേച്ചി പാല് കൊണ്ടുവരും. അപ്പൊ ഓന് കുടിച്ചിട്ട് പുതിയ ആ ചേച്ചിക്ക് എന്തായാലും 3 ലിറ്റർ പാല് കൊടുന്നൂടെ.
പാലിന്റെ ആളാണ്. ഈ നാട്ടിൽ വേറെ പശുവിനൊന്നും പാല് കൊടുക്കാൻ വേറെ സ്ഥലം കൊടുക്കില്ല. ഒക്കെ പാല് കൊടുത്തോളന്നില്ല അല്ലേ? എല്ലാ പശുവിന്റെയും പാല് കുടിക്കൽ ബാസിലാണെന്ന് പറഞ്ഞു. ഇന്നലെ കുറെ ആൾക്കാര് ഇവല് വർത്താനം പറഞ്ഞിരിക്ക. ഞമ്മക്കറിയില്ല പെരുന്നാക്ക് വള്ളിക്കറങ്ങണ പോലെ ഇറങ്ങേണ്ടി വരുന്ന, അതുകൊണ്ട് നമ്മള് കഴിച്ചില്ലായി. നേരത്തെ കഴിച്ചു പോകും. നിങ്ങൾ നിലത്തി അവിടെ പോയി നിൽക്കുക, ഒരു ഫോട്ടോ എടുക്കാനോ? സോഫിയിൽ ഞാൻ വിളിച്ചിട്ട് ഇവരെ വിളിക്ക്. ഞാൻ അടുത്തേക്ക് കൈ ഫ്രണ്ട് ഇങ്ങനെ ശരി. അളിയൊക്കെ വരെ ജമ്മോള് വാ, റിതു വാ, ഐശ്വര്യ വിളി. ക്യാമറയ്ക്ക് നോക്കട്ടോ. എടാ മുന്നിക്ക് കളി കാണൂലേ? നിയമോളെ മുന്നിൽ ഞാൻ പഠിക്കണോ? ഐശോ ഐശോ ചിരിക്കട്ടോ? ചിരിക്കട്ടോ? കാശിക്കാരുടെ കുട്ടിയാണിത്. താരം കുട്ടിയാ അങ്ങോട്ടോ ഒറ്റക്ക് മൂലക്കുന്നുണ്ടേ. നമുക്ക് അവിടുന്ന് സ്റ്റേജിൽ നിന്ന് കഴിഞ്ഞിട്ട് ഓളെ കൊണ്ട് മുറ്റത്ത് കളിക്കാൻ സമലേ. ആ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വെക്കാം. അന്ന് അവിടെ ഒന്നോ നേരെ കൂടിയാൽ മതി. ആ മഞ്ചേരി മുള്ളമറ ലൊക്കേഷൻ വെച്ചിട്ട് ഹായ് അയച്ചു വാട്സപ്പിൽ. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം ഇനി പിന്നെ നമ്മൾ കൊടുക്കണ സ്വർണ്ണാഭരണമായ മാറിൻ്റെ കൂടെ ഒരു ഖുർആനും കാര്യങ്ങളും ഇതൊക്കെ കൊടുക്കണം എന്നുള്ളത്. അപ്പം നമുക്ക് അതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് കേട്ടോ. അത് സെറ്റ് ചെയ്യുന്നത് സൊറോ ആർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മഞ്ചേരിയിലെ ഐഷ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയാണ്. അപ്പോൾ അവള് നല്ല അടിപൊളിയായിട്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തുന്ന ഒരു മുസല്ലുണ്ട്, ഖുർആനുണ്ട്, പിന്നെ എന്തൊക്കെയാണ് ഉണ്ടായില്ല. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കുറച്ചേ ഉണ്ട് എന്നൊക്കെ ഞാൻ ഇതിൻ്റെ തുറന്ന് കാണിച്ചു തന്നിട്ടൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ആഗ്രഹം ഇനി ഇതും കൂടെ കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് എല്ലാം പാക്കൊക്കെ ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ പേജിൻ്റെ ഇത് ഞാൻ നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലുള്ള സംഭവങ്ങളൊക്കെ വേണമെങ്കിൽ ഓരോയിട്ട് കോൺടാക്ട് ചെയ്ത് നല്ല പ്രീമിയം ആയിട്ട് തന്നെ അടിപൊളിയായിട്ട് തന്നെ ചെയ്ത് നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ തന്നെ നല്ല ഇഷ്ടമായി. അപ്പോൾ ഇതിൻ്റെ തുറന്നുകൊണ്ടുള്ളത് ഞാനിത് നമ്മളിത് അവർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരണ്ട കേട്ടോ. ഓക്കെ പോലെ എല്ലാവരെയും സെറ്റപ്പ് ആക്കിയിട്ട് പോയാൽ ആയിക്കോട്ടെ. ആ ഉണ്ടോ ഉണ്ടോ കുഴപ്പമുണ്ടാവില്ല. ഉണ്ടോ നോക്കട്ടെ, അറിയില്ല. ഒരു കിസ് കളിക്കാം. എടുക്കണ ഫോട്ടോ നിങ്ങൾ പാടിക്കൂടെ? ഓണാക്കി പിടിച്ചോ. നിങ്ങൾ കൊട്ടി പാടിക്കുക ഇത് തന്നു കഴിഞ്ഞാല് ഞാൻ പുടുത്തം പോടും. അപ്പൊ നമുക്ക് അങ്ങനെ ബാസിൽ കനിഞ്ഞ് അനുഗ്രഹിച്ച് ഒരു സാങ്ഷൻ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ നിൽക്കുന്നതിന്റെ സമയത്ത് എല്ലാവരും തങ്ങളും എല്ലാവരും പോയതിനു ശേഷം ആണെങ്കിൽ 2 കൈകൾ കൂട്ടിമുട്ടുന്ന രീതിയിൽ കൊട്ടി ശബ്ദങ്ങൾ ഉണ്ടാക്കിക്കൊള്ളുന്നതാണ് ബാസിൽ പറഞ്ഞത്. ശബ്ദം പുറത്തു വരാതെ ശബ്ദം പുറത്ത് വരാത്ത രീതിയിൽ വേണ്ട രീതിയിൽ കൈ കൊട്ടിക്കൊള്ളുന്നതാണ് ബാസിൽ പറഞ്ഞത്. സ്റ്റീൽ പ്ലേറ്റ് എടുക്കാം. പൊട്ടന്മാരെ ഞാൻ പുറത്തുനിന്ന്
ഇവിടെ ഇരിക്കല്ലാരും ഇരിക്കി പിന്നെ കുറച്ച് ആൾക്കാർക്ക് ബാക്കിൽ കയറിക്കാം അങ്ങനെ കയറില്ല എസ് പി കയറുന്നത് കുറച്ച് ഇവിടെ ആക്കി കയറാം എസ് പി ഇവിടെ കയറി ഇരിക്കാം റോജ 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 8:51 8:55 കൂടി ഇറങ്ങും കേട്ടോ 4 മിനിറ്റ് എടുത്തോ വണ്ടിയിലൊന്ന് ഏസിട്ടേക്കാൻ പറയോ വണ്ടിയിലൊന്ന് ഏസിട്ടേക്കും അടിച്ചാൽ തന്നെ കിട്ടും വി കെ പാലസ് ചെറിയ മുള്ളമ്മ ഗ്രൂപ്പിൽ ലൊക്കേഷൻ ആകെ നിന്ന് വിയർക്കാണ് ഒക്കെ നിന്ന് വിയർക്കാണ് ഇറക്കൽ തുടങ്ങിയാറ ചൂടുമ്പോകെ കഴിഞ്ഞില്ലേ കഴിഞ്ഞു ടെൻഷൻ എന്ത് ടെൻഷൻ കല്യാണം അപ്പൊ നമ്മളെ പരിപാടികൾ ഇന്ന് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുത്താ പരിപാടിയൊക്കെ പറഞ്ഞുതരാം വണ്ടി പറഞ്ഞാട്ടെ പറഞ്ഞാട്ടെ ഇന്നത്തെ പരിപാടികൾ പറഞ്ഞാട്ടെ ഇന്നത്തെ പരിപാടി നമ്മൾ പോകുന്നു നിൽക്കാതിരിക്കുന്നു പോരുന്നു അത്രേ ഉള്ളൂ സിമ്പിൾ അപ്പൊ ഞങ്ങളെ പരിപാടിയോ ഇന്നത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ എത്തിയിട്ട് സർപ്രൈസ് ഓക്കെ പോവാ എന്റെ കർച്ചീന്റെ അടുത്ത് അർച്ചീന്റെ അടുത്ത് നേട്ടാ അവരാങ്ങോ അതൊരു ഒരു വെറൈറ്റി സാധനം ഇറക്കിയെന്ന് പറഞ്ഞു ആരെടുത്തും ഇല്ലാത്ത സാധനം ആരെടുത്തും ഇല്ല കയറി ചെറിയൊരു കളർ മാറ്റം സുഹൃത്തുക്കളെ നമ്മൾ കേറാട്ടോ സ്ലോ മോഷനിൽ ഇറങ്ങി ഹായ് കൊടുക്കും പൂവെന്താ കാട്ടാ ഓക്കെ താങ്ക് യു സുഖല്ലേ ഇത് കൈ പിടിക്കണം
അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ നിക്കാഹിന് കയറാൻ പോകണം. വാലേക്കും സലാം. അല്ല ചെക്കന്മാർക്കടെ ليظهره على الدين كله ولو كره المشركون ألا وإن الله سبحانه وتعالى أمرنا بالنكاح ونهانا عن السفاح وقال مخبرا وآمرا أنكحوا الأيام منكم والصالحين من عبادكم وإمائكم إن يكونوا فقراء يغنيهم الله من فضله والله واسع عليم ولا تموتن إلا وأنتم مسلمون فاتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما قال النبي صلى الله عليه وسلم تنكح المرأة بأربع خصال لمالها ولجمالها ولحسبها ولدينها واظفر بذات الدين فقال النبي صلى الله عليه وسلم من تزوج بامرأة فقد أعرض ثلثي دينه فليتق الله في ثلث الباقي أقول قولي هذا أستغفر الله العظيم لي ولكم وأستغفره عني وعنكم وعن جميع المسلمين والمؤمنين أجمعين فاستغفروه إنه هو الغفور الرحيم. بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أزوجك على ما أمر الله تعالى به من إمساك بمعروف وتسريح بإحسان. زوجتك وأنكحتك بنتي نشوى بهذا المهر الكلي من الذهب. قبلت منك نكاحها وتزويجها بهذا المهر المذكور ورضيت به. എൻ്റെ മകൾ നഷ്വ എന്നവളെ ഈ പറയപ്പെട്ട സ്വർണ്ണാഭരണങ്ങൾ മകളിൽ പരം നിങ്ങൾക്ക് ഞാൻ വിവാഹം ചെയ്തു തന്നു. ഹലാലായ ഇണയാക്കി തന്നു, കൂട്ടിച്ചേർത്തു. ഈ പറയപ്പെട്ട സ്വർണ്ണാഭരണങ്ങൾ മഹറിന് പകരം നിങ്ങളുടെ മകൾ നഷ്വ എന്നവളെ എനിക്ക് വിവാഹം ചെയ്തു തന്നതിനെ ഞാൻ സ്വീകരിച്ചു, തൃപ്തിപ്പെട്ടു. എൻ്റെ പേര് സല്ലല്ലാഹു അലൈഹി സയ്യിദന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله. السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين برضا الله تعالى أما بعد. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികൾ,
ഏറെ സന്തോഷത്തിൻ്റെ അതിലേറെ ആനന്ദത്തിൻ്റെ ഒരു ദിനത്തിലാണ്, ഒരു വേളയിലാണ് നമ്മൾ ഒരുമിച്ച്. ഫുഡ് കഴിച്ചിട്ട് കൊണ്ട് വരില്ലേ പോലിട്ടോ ഓ സെറ്റ്. ഞാനോ ഞാൻ തിന്നണില്ല. ഇല്ല നിങ്ങൾ കഴിച്ചു തരി. ഞാൻ അവിടെ ഒന്നുമില്ലല്ലോ. സുഹൃക്ക് വരാറുണ്ടോ? ആയിക്കോട്ടെ അനക്ക് പോലല്ലോ. അല്ലാതെ അല്ലാതെ മോലേരേ കയ്യൊക്കെ നിന്നിട്ട് ലാസ്റ്റേ വീഡിയോസ് കാണുന്നുണ്ട് കേട്ടോ. കേറിപ്പോര്. വാടാ മസാണ്ടോ മസാണ്ടോ അച്ചു അച്ചു മനസ്സിലേ എന്നെ രക്ഷാമല്ലേ കാണാൻ വേണ്ടിട്ട് ഞാൻ നേരത്തെ കണ്ട് പിന്നെ നോക്കിയപ്പോൾ കണ്ടില്ല. അതിന് ഷാനോട് വെച്ചപ്പോൾ ഫുഡ് കഴിക്കാൻ പോയാലോ ഇരിക്കട്ടോ. എല്ലാവരും ഇല്ല കഴിക്കണോ? ആയിക്കോ ഓക്കെ. ഫസ്റ്റ് കണ്ടതിനെ കല്യാണത്തിനാണ് ആദ്യമായിട്ട് നേരിട്ട് ഓക്കെ. സെറ്റാക്കാം. വരും വരും. അതൊക്കെ ഞാൻ പാസിലിടയും. എന്താ വർത്താനോ? സുഖല്ലേ? ഹാപ്പി അല്ലേ? അതെയോ? കിട്ടിയില്ലേ? ആ ഇപ്പം സ്വീകരണം വേണ്ട. ആ വരുന്നുണ്ട്. വെണ്ണും കിടന്നു കൊണ്ട് ഒക്കെ നാട്ടുകാരും ആയാലും വരട്ടോ. ഇനി പരിചയപ്പെടുത്തി തരണം കേട്ടോ. ആ താങ്ക് യു താങ്ക് യു. മേടിക്കും മേടിക്കും. ആ മാക്സിമം. ആ സ്നാനം ആ ഞാൻ അറിയാം. ലത്തീഫാക്ക MLA.
ആയിക്കോട്ടെ ഇൻഷാല്ലാ കാണട്ടോ. ഓക്കെ ഉണ്ടോ? അസ്സലാമു സുഖല്ലേ? എന്തൊക്കെ വർത്താനം? ഹാപ്പി അല്ലേ? ഹായ്. എല്ലാവരും വെക്കേഷനായപ്പോൾ ലീവിൽ പോകുന്നില്ലേ? ആ താങ്ക് യു. ഉമ്മ എവിടെ? ഉമ്മ ഇങ്ങോട്ട് കയറുന്നില്ല ആണോ? ഇതാ ഐസാനോ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്നെ പറ്റി പറഞ്ഞിരിക്കണോളോട് കേട്ടോ. ഞാൻ എന്താ കൊണ്ടുവന്നിക്കണേ? നമുക്ക് പൊട്ടിച്ചോക്കല്ലേ? എന്നാ പൊട്ടിച്ചോക്കല്ലേ? പൊട്ടിച്ചോക്കട്ടെ. എവിടെ പൊട്ടിക്കുന്നു? ഈയനെ പൊട്ടിക്കും. ഫോട്ടോ ഇങ്ങോട്ടുണ്ടോ? എടാ വരി ഇങ്ങോട്ട് മുന്നിക്കേക്ക്. ആ ക്യാമറയ്ക്കോ? ഓക്കെ ഷെയറായിട്ടോ, ഇഷ്ടപ്പെട്ടു. ഓക്കെ കാണട്ടോ, ഞാൻ വിളിക്കണ്ടേ? ഞാൻ പറഞ്ഞ കാര്യം എന്നോട് പറയണം കേട്ടോ. ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ സ്കൂൾ പറഞ്ഞിട്ടല്ലേ? ആ എന്നോട് പറയാൻ മറക്കരുത് കേട്ടോ. ഓക്കെ ആയിക്കോട്ടെ. ആണോ? എവിടെയാണ്? അപ്പൊ ഇനി അങ്ങോട്ട് പോകണം അല്ലേ? ആയിക്കോട്ടെ ഞാനേക്കും കാണാം. ഓക്കെ ആയിക്കോട്ടെ കാണാം കേട്ടോ. വന്നതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. ബൈ. ഇതാക്കണേ ഓളമ്മ ഐസനാൻ്റെ അമ്മയാണ്. അപ്പൊ ഞാൻ നിലമ്പൂരുണ്ട് കേട്ടോ. അത് പറഞ്ഞ പോലെ. ഹലോ ഇങ്ങോട്ട് വരൂ, കമോൺ. ഓക്കെ ഓലെ വിളിച്ചോണ്ടി. മോനെ എന്താ ഓർത്തരോ? സുഖല്ലേ? എൻ്റെ പേരെന്താ? എത്ര ക്ലാസ്സിലാ? ഈ സ്കൂളിൽ തന്നെ തുറക്കല്ലേ? ഓക്കെ എച്ചമ്മ ഇവിടെ? ഓക്കെ എല്ലാവരും ക്യാമറയ്ക്ക് നോക്കിയേ. ഓക്കെ പരിചയപ്പെടാം എല്ലാവരും. വിയർത്ത് വയ്ക്കണേ. ഒരാളും കിട്ടുക കാണാം. അല്ല ഞാൻ ചുമത്ര അതൊക്കെ ആയിക്കോട്ടെ കാണാം. ഒരു പോവാട്ടോ, പോവാണ് പോയിട്ട് പരിചയപ്പെടാൻ. മുത്താപ്പന ഉണ്ടല്ലേനോ? ഏത്? ആകെ കെട്ടുകുടുങ്ങാണ്. എൻ്റെ മുഖത്ത് നോക്കാനാണ്. മുഖത്ത് നോക്കണ്ട. ഞാൻ എടുക്കട്ടെ. ടീച്ചർ, അർഷ ടീച്ചർ, കാവ്യ ടീച്ചർ, നവ്യ ടീച്ചർ, ശ്രീകല ടീച്ചർ. ഇത് ജൽസി ടീച്ചർ ഹസ്ബൻഡ് കേട്ടോ. മെഹബൂബാക്ക, അത് സജീർക്ക, അർഷ ടീച്ചർ ഹസ്ബൻഡ്. ഇത് റാസി എൻ്റെ ഫ്രണ്ടാണ്, ഓനവിടെ സ്കൂളിൽ വർക്ക് ചെയ്തതിന്. ഇത് പിന്നെ ജൽസി ടീച്ചറിൻ്റെ മക്കളാട്ടോ, ജയാന്. ഇത് ചെറുത്. ബാക്കി കഴിഞ്ഞ് പിന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇത് വേണ്ടിട്ടോ ഉമ്മ. ഇതൊക്കെ എൻ്റെ സ്കൂളിൻ്റെ ടീച്ചർമാരാട്ടോ. HM ഇല്ല, ടീച്ചർ വേറെ. സുഖല്ലേ? ഇരിക്കട്ടോ. ഇമ്മൂടെ മൂരിയാണ്.
ഒരു മൈക്ക് ഉണ്ടല്ലോ ഇവിടെ, അത് കൊണ്ടുവരാൻ പറ്റും, എന്നാലേ വിളിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ കൽക്കോട്ട ഫാമിലിയുടെ മൊത്തം വരുന്നുണ്ടോ പാട്ടൊക്കെ അങ്ങനെ ഇങ്ങോടെ ഇങ്ങോടെ ഇങ്ങു ഇങ്ങു മൈപ്പടി വന്നുകൂടാ. എന്റെ അമ്മയുടെ ഉമ്മ എവിടെയാണ്? ഇതിൻ്റെ ഉള്ളിലില്ലല്ലേ? നമുക്ക് കേൾക്കാം. ഇതെവിടെ ഓഫാണ്? എവിടെ ഉണ്ട്? നിർത്താൻ പറയണ കൽക്കുളം ഫാമിലി എല്ലാവരും വരിക. ഞാനെങ്കിലും വരാണ്ടോ? ഒറ്റ ഫോട്ടോ ഉണ്ടോ? അപ്പൊ വേഗം വരിക, വേറെ വേറെ നിൽക്കാൻ സമയം ഉണ്ടാവില്ല. ആരെങ്കിലും കണ്ടോ? ആദ്യം പോലെ ഇരിച്ചു, പിന്നെ മോനു വേവരി കുട്ടികളും മക്കളും വേറെ കുട്ടികളൊക്കെ പോരുന്നോ? ഒറ്റ ഫോട്ടോ കടത്ത് കൊള്ളോ? ഒരിതിൽ കൊള്ളോ? വളരെ ചെറിയ ഫാമിലി ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒറ്റ കൊള്ളു. പോകുക ആണോ? ആ ആയിക്കോട്ടെ. ഞങ്ങൾ വേറെ ഡോർച്ചുണ്ട്. എല്ലാവരും ആയോ? ഇമ്മൂടെ ഇമ്മൂന്ന് കുറേ ആയിട്ട് മിസ്സിങ് ആണല്ലോ. ഓക്കെ ഒരാൾ പോയിക്കണേ. ഇത് നമുക്ക് എടുക്കാം അല്ലേ? ഓക്കെ എല്ലാവരും എടുക്കാം. ഓക്കെ വരി അങ്ങനെ ഇരിക്കല്ലേ? ആ എടുക്കാം. എവിടെ നിന്ന് എടുക്കാം? ഞാൻ എടുത്താൽ മതിയോ? വൈഡാണ്, എല്ലാവരും ഉണ്ടാവും. ഹൈറ്റിൻ്റെ ഒരു ബാഗിൽ നിന്നാൽ മതി. ഒന്നെടുത്ത് നോക്കട്ടോ, എല്ലാവരും ഉണ്ടാവില്ലേ? നടുങ്ങുന്നു പട്ടണടാ ഇല്ലല്ലോ? ഓക്കെ ഉണ്ട്. ഒന്നുകൂടി ബാസി ഒന്ന് ഹൈറ്റ് പൊന്തിന്നട്ടോ, കാലൊന്ന് പൊക്കിക്കോ. ഓക്കെ ഹലോ ഗൈസ്, ക്യാമറ ഉണ്ടോ? സ്റ്റേജിൽ എല്ലാവരും ഫോട്ടോ എടുത്ത് കഴിഞ്ഞാലേ ഒരു 10 മിനിറ്റ് എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ, എന്നിട്ട് കയറിയാൽ മതി. അത് കയറുമ്പോൾ ഫോട്ടോ എടുക്കാതെ നമുക്കതൊന്നും പോകില്ലല്ലോ. അപ്പൊ ഇനി കയറാനല്ലേ 10 മിനിറ്റ് വരും. നിസ്കരിച്ചിട്ടില്ല, അപ്പൊ നമുക്ക് തന്നെ സൗകര്യം ഉണ്ട്. അവിടെ പോയി നിസ്കരിച്ചാണ്ട് വേണം വരും. ഒരു 10 മിനിറ്റ് കേട്ടോ. അപ്പൊ ഇനി ഇല്ലോലെ എടുത്ത് കഴിഞ്ഞിട്ട് അല്ലാത്തൊരു 10 മിനിറ്റ് വെയിറ്റ്. ഓക്കെ ഞാൻ നിൽക്കണ്ടേ? ഞാൻ വേണ്ടേ?
ഒരുപാട് സുന്ദരികൾ ആരാധിക്കുന്ന പക്ഷെ 10 മണി കിടന്നുറക്കി ആ പെമ്പിളൊക്കെ നമ്മുടെ ബാസിൽ 26 എല്ലാവരും ആശംസകൾ നമ്മുടെ ബാസിൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപാട് സുന്ദരികൾ ആരാധിക്കുന്ന പക്ഷെ 10 മണി കിടന്നുറങ്ങി ആ പെമ്പിളൊക്കെ നമ്മുടെ ബാസിൽ സുന്ദരി കുട്ടിയാണ് ബാസിന്റെ ലൈഫിലോട്ട് എല്ലാവരും ആശംസകൾ പേര് മർഫൂഖ ഓളെ ഹസ്ബൻഡിലാ നിർത്തി ഓക്കെ ഇൻഷാല്ല കാണാണോ അടക്കെ ആയിക്കോട്ടെ ഇൻഷാല്ല കാണാം ഞാൻ അങ്ങനെ കേട്ടാലേക്കാം ലൈറ്റ് അർശ്യ ലൈറ്റ് പോയാ അപ്പോൾ ഈ വർഷവും ഇനി വരാൻ പോകുന്ന വർഷവും ഏറ്റവും മികച്ചതും സന്തോഷം ആശംസിക്കുന്നു. ഒന്ന് വെയിറ്റ് ആക്കിട്ടോ ഫ്രണ്ട്സാണോ അർജന്റുണ്ടോ ആയിക്കോട്ടെ കഴിഞ്ഞിട്ട് ആരും വിളിച്ചോ സുഖല്ലേ കളിയാക്കല്ലേ കളിയാക്കാം ആ പറഞ്ഞേക്കണേ അറിയാം ആയിക്കോട്ടെ കാണാൻ കളിയാക്കാം ലൈക്കടി ലൈക്കടി ഇങ്ങനെ ചിരിക്കല്ലേ ഫേസ് ആണൂല എവിടെണ്ടോ അങ്ങനെ നമ്മുടെ ചടങ്ങുകൾ ഏകദേശം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അതിന് വരണ്ട സൈഡിൽ നിന്നുള്ള സുഹൃത്തുക്കളുടെ വകയാണ് ഒരു ഗിഫ്റ്റ് വരാനുണ്ട്. അപ്പൊ ആ ഗിഫ്റ്റ് നമ്മൾ കൊണ്ടുവരാം കേട്ടോ. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യാം. അസറോ ഇപ്പൊ കൊണ്ടുവരില്ല ഞാൻ ഒന്ന് അല്ല അതല്ല ആ ഞാൻ പോയി വരട്ടെ വേഗം വേഗം ചിരിച്ചോട്ടോ മക്കളെ ചിരിച്ചോട്ടോ എല്ലാരും ഞാൻ ചിരിക്കുന്നുണ്ട് പണ്ടത്തെ ഫോട്ടോ ആണ് അസറോ ഒരു മിനിറ്റ് ഇട്ടോ ഇപ്പൊ കേട്ടോ ഞാൻ വെയിറ്റ് ചെയ്തോളൂ ടൈം തരാം വെയിറ്റ് ആക്കി പണ്ടത്തെ ഫോട്ടോ മതി നമുക്ക് എടുക്കല്ലേ ഫോട്ടോ എടുക്കാനല്ലേ അപ്പുറക്ക് ഞാൻ പോരാ എടാ എടുത്തോ ഫോട്ടോ എടുത്തോ നോക്കി സൈക്കോ ഒന്ന് സൈക്കോ എല്ലാവരും ക്യാമറയ്ക്ക് നോക്കിട്ടോ നോട്ടൂക്കെ ഒന്നുമില്ലാതെ മാറി നിൽക്കണേ ഒന്ന് സൈഡ് കൊടുത്തോ എടാടാ ഒന്ന് തായോ ഒന്ന് സൈഡാവോ ഓക്കെ ഓക്കെ വേണ്ടല്ലോ അടച്ചോളി അടുക്കള അടച്ചോട്ടോ അടച്ചോളി ഒരു എന്റെ ഫോൺ ഇട്ടാ മതി എടാ അച്ചു എന്റെ ഫോണവിടെ അർച്ചേ എന്റെ ഫോണ് അപ്പൊ ഇനി
ഫോട്ടോ എടുക്കാൻ എല്ലാവരും വേഗം കേട്ടോ. എത്രത്തോളം നേരത്തെ ഫോട്ടോ കയ്യിലോട്ട് വേഗം വന്നാ മതി, നമുക്ക് ഇവിടെ പോവാം. അപ്പൊ എല്ലാരും വേഗം വരിട്ടോ. ബാക്കിലേക്ക് നടക്കണ്ടെങ്കിലേ വേഗം മുന്നിൽ വന്നിട്ട് ഒരു 3 മണി 3:15 മാക്സിമം. അതിന്റെ മുമ്പ് എല്ലാം എടുത്ത് തീർക്കണം എന്നാണ് ആഗ്രഹം. അപ്പൊ ഇനി ആരെങ്കിലും എടുക്കുകയാണെങ്കിൽ വരിട്ടോ. എല്ലാരും ആയോ? ചിരിച്ചോടോ? എടാ അജു അതെ അവിടെ ദിവസം എടുക്കുന്നുണ്ടാ. ഒരു ഗിഫ്റ്റ് കൂടി ഇല്ലേ? അതെന്താ എത്ര നല്ല ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോ ഫോക്കെ ആ ഫോട്ടോ ഫോക്കെ അർഷേ ഈ ഭാഗത്ത് എന്താ ചെയ്യപ്പോ? അത് സെറ്റ് ആക്കൂലേ? അപ്പൊ സുഹൃത്തുക്കളെ നമ്മളെ അപ്പൊ നമ്മളെ തമിഴ്നാട് ഫാൻസ് അസോസിയേഷൻ നോക്കാം. തമിഴ്നാട് ഫാൻസിന് നന്ദി. ഓളെ കുറച്ച് കുടുംബക്കാരെ കൂടി ഫോട്ടോ എടുക്കണം. കഴിഞ്ഞാൽ നമ്മക്കട് കയറാം. ഫോട്ടോ അല്ല എടാ ഓര് കുറെ നേരമായി പോണ്. ഓരോ കുടുംബക്കാർ കുറച്ച് ഫോട്ടോ എടുക്കണ്ട. അത് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയി. പിന്നെ നമുക്ക് കയറാം കേട്ടോ. വിളിക്കും വേഗം വിളിക്കും. അത് കഴിഞ്ഞാൽ ഫ്രീ ആയി. പിന്നെ നമുക്ക് നിൽക്കാം. ഓല് കൂടി കഴിഞ്ഞാൽ ഫ്രീ ആയി. കുറച്ച് ആൾക്കാർ കൊണ്ടാണ്. അജുവാണ് ബാംഗ്ലൂരിന്. ഷബിൽക്ക് ഉപേദിക്കടെ. ആ നിക്ക് സുഹേൽക്കടെ. ആ സുഹേൽക്ക കാണാ. ഒന്നുമില്ല. ആ മതി. ആ പ്രൂഫിൽ കണ്ടാ മതി. കണ്ടോ എല്ലാരും ബാസിൽ ചിരിയിരിക്കോ? മതിയടാ. നഷീദ് എനിക്കറിയില്ല. നഷീദ് അറിയും. ഓനറിയും. ജുവാടിയാ മതി. കാണ്ടാമൃഗം പറ്റൂ. എല്ലാവരും കൈയടിക്കണേ. എന്തൊക്കെ പറയണേ?
ഒരു പാട്ട് ദാനിച്ച മുന്തിരി
വട്ടം കൂട്ടി അങ്ങനെ കുട്ടീനെ വേണ്ടി എടുത്തോ. നിങ്ങൾ കളിച്ചോളി, അതിന് വല്ല കിട്ടണം. സ്റ്റേജ് പൊളിഞ്ഞോടും. നമുക്ക് ഇറച്ചിയേ ഇനി ഇവിടെ സമയം കളിന്റെ ബുദ്ധിയല്ലല്ലോ, ഒക്കെ കഴിഞ്ഞു. ഒറ്റ ഫോട്ടോ നമുക്ക് കഴിഞ്ഞോളൂ. ബാക്ക് ഒന്ന് ക്ലിയർ ചെയ്യോ? മൂസക്കായ് പെണ്ണുങ്ങളെ കൊണ്ട് വരും, ഫോട്ടോ എടുക്കണ്ടേ? ആ ഇറങ്ങി ആ പോ. USS കഴിഞ്ഞോ? പരീക്ഷ നടക്കാം. പഠിക്കട്ടോ സാറായിട്ട്. ആ ഇറങ്ങല്ലടി, നഞ്ഞില്ല ആരുമില്ല, നീ അങ്ങനെ നിന്നങ്ങനെ.
എന്നാ പോയിട്ടോ കാണാം എല്ലാരും പോയിട്ടോ ബൈ ബൈ കാണാം ഗൈസ് എങ്ങനെ ഉണ്ടായിരുന്നു ബ്രൈഡിന്റെ ഒപ്പം ഗ്രൂമിന്റെ ഒപ്പം യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര ബാബാ ഇവിടെ 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 നടന്നോ നീ കൈ പിടിച്ചർക്ക് നീ ഡോർ ക്ലോസ് ചെയ് ഡോർ ക്ലോസ് ചെയ് ശിവനണ്ടിയില് അമ്മ കൈ പിടിച്ച് കയറ്റിക്കോ ആ കയറിക്കോളുമ്മാ അസിൽ ഹാപ്പി അല്ലേ നല്ല ക്ലിയർ ഉണ്ടാവും ഈ വ്ളോഗ് ഇതിലെടുത്തോണ്ട് തുടങ്ങ്. അപ്പം നമ്മളെ കാണികളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന, അതായത് ഈ ഡിസംബർ 26 എന്നുള്ള ഒരു സാധനം ഞാൻ കേൾക്കൽ തുടങ്ങിയിട്ട് ജനുവരി 1 മുതൽ. കാരണം നിങ്ങൾ കുറച്ചായിട്ടുള്ളൂ നിൽക്കാം. കാരണം നിങ്ങൾ ഈ ഡേറ്റാണ്, ഈ ഡിസംബർ 26 വേണ്ടി നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത് തുടങ്ങിയത്. ഞാനിത് ഉറപ്പായ എന്ന മുതൽ എനിക്കിത് ഒരു ട്രോമ പോലെ ഈ ഡേറ്റ്. അതായത് ഡിസംബർ 26 ഇതിങ്ങനെ പറയും ബാസുര പുറമേ ഇവൻ്റെ പീഡനവും. പക്ഷേ എങ്കിലുണ്ടല്ല, അതായത് ഡിസംബർ 26 പരിപാടി എടുക്കരുത്, ഡിസംബർ പരിപാടിക്ക് പോകരുത്, ഡിസംബർ 26 മറ്റേ ഉദ്ഘാടനം എടുക്കരുത്, ഡിസംബർ 26 കോളേജ് പരിപാടി എടുക്കരുത്. അപ്പോൾ ഞാനിങ്ങനെ ഡിസംബർ 26 എനിക്ക് ഒരു 10-50 വർക്കൊന്നും കാണും. എല്ലാം ജനുവരി തൊട്ട് ക്യാൻസൽ അടിക്കണ്ടേ നമ്മളെ. ഡിസംബർ 26 എടുക്കണില്ല, ഡിസംബർ. അപ്പോൾ ഈ ഒരു ഡേറ്റും ട്രോമിൻ്റെ ഇടയിൽ ഇതൊക്കെ അവസാനിച്ചതിൻ്റെ, അതായത് ശുഭപ്രതീക്ഷയിൽ അവസാനിച്ചതിൻ്റെ ഒരു സന്തോഷമാണ് എൻ്റെ മനസ്സിലുള്ളത്. അതായത് നിക്കാഹിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ ബാസിൽ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ ആരും അലമ്പാക്കാതെ വളരെ മനോഹരമായ രീതിയിലാണ് നമ്മൾ പരിപാടികൾ അൽഹംദുലില്ലാ നല്ല രീതിയിലാണ് കഴിഞ്ഞത്. പിന്നീട് ഏതൊക്കെയോ സാമൂഹ്യ വിരുദ്ധർ കൂടിച്ചേർന്ന് പടക്കം പൊട്ടിച്ചെന്ന് ഞാൻ കേട്ടു. ഞാൻ ആ സമയത്ത് എൻ്റെ മുന്നിലുണ്ട്, ഞാൻ പൊട്ടിച്ചിട്ടില്ല. അപ്പം ഞാൻ റബ്ബാണ് ഓന് കൊടുത്ത ഒറ്റ വാക്കുള്ളൂ, ജിന്നോടൊരു കാര്യം പറഞ്ഞെങ്കിൽ അവിടെ പടക്കം പൊട്ടൂല, അതിൽ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിലുണ്ടാവില്ല. ഞാൻ പറഞ്ഞ വാക്കുകളൊക്കെ ഒന്ന് പാലിച്ചിക്കണോ? പാലിച്ചിക്കണേ. ഞാൻ പറയാത്ത വാക്കുകൾ നിങ്ങളോടും ഞാൻ ആകെ ലാസ്റ്റ് എന്താ പറയുക, എനിക്ക് എൻ്റെ വിന്നിലിന്റെ സാധനം ഒന്ന് കൊടുക്കുന്നുണ്ട്. എൻ്റെ ആ ഫ്ലക്സിന്റെ കൈക്കോട്ട് കൊത്തുന്ന ഒരു ഫോട്ടോ ഞങ്ങൾക്ക് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണം. അതേപോലെ നമ്മൾ ഫോട്ടോ എടുത്തു, അത് മാത്രം നമ്മൾ ചെയ്തു. പക്ഷേ എന്താ വെച്ചാൽ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി, എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അപ്പം ഏറ്റവും അതായത് ഈ വ്ളോഗിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ വ്ളോഗിൽ ശരിക്കും ഇപ്പം എൻ്റെ വ്ളോഗിലൊക്കെ വന്ന കമന്റ് വെച്ചാൽ ബാക്കിയുടെ തുടക്കയുടെ മറ്റേ പുതിയ അതായത് എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് ഇതിൻ്റെ തുടക്കയുടെ ഇതിൻ്റെ പുതിയ അപ്ലോ വരുന്നത്. അപ്പോൾ ഈ വക സാധനങ്ങളൊന്നും നമ്മളിലില്ല. നമ്മൾ പരിന്ന് പോകുന്ന സാധനം കുറച്ചാണ് ഉള്ളത്. അതുപോലെ തന്നെ എൻഡിങ്ങിലൊരു മുട്ടിപ്പാട്ടാണ് നമ്മളിതിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ A to Z ഉള്ളൊരു വ്ളോഗാണ് ഈ ഒരു വ്ളോഗ്. അപ്പം എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് കാണണം എന്ന് പറയുന്നു. മുഴുവനായിട്ട് വാച്ച് ചെയ്യുക, എന്തായാലും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അങ്ങോട്ട് നമുക്ക് ഗപ്പിളുമായി എന്തെങ്കിലും ട്രിപ്പൊക്കെ പ്രതീക്ഷിക്കാം. പെട്ടെന്നില്ല, അതായത് ഇന്നില്ല, നാളെ രാവിലെ പോകാനാണ് പറയുന്നത്. ഇന്നിപ്പോൾ ഇനി ക്ഷീണമാണ്. അപ്പോൾ നാളെ അപ്പോൾ നമ്മളിപ്പോൾ ടെറഫിലൊരു കളി ഇട്ടിട്ടുണ്ട്, എല്ലാവരും ചെക്കന്മാരെല്ലാവരും കൂടിയിട്ട് ഈ അവിടെ വരും. അപ്പോൾ ബാസിൽ അവിടെ എത്തിച്ചേരുന്നാണ് പറഞ്ഞത്. വേറെ അപ്പം ഇവിടെ ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് വരും, നിങ്ങളല്ല മുത്താളെ വലുതെന്നൊക്കെ പറഞ്ഞത്. എന്നുണ്ടായാൽ മതി, ആക്കട്ടെ. അപ്പൊ ആദ്യത്തെ ദിവസം തന്നെ ഓലക്ക കൊണ്ട് അടി നേരാത്തൊരു ഭർത്താവായി മാറാൻ ബാസിൽ പറ്റട്ടെ ഞാൻ പറയുന്നു. 10 മണിക്കൊക്കെ ചാടിക്കറി 11 തന്നെ ഏറ്റടിക്കാറ്. പണ്ട് റൂം തുറക്കുമ്പോൾ ആരുമില്ല, ഇപ്പൊ റൂം തുറക്കുമ്പോൾ അവിടെ വാതിൽക്ക് കാവൽക്കാരുണ്ട്. അപ്പം എന്തായാലും എനിക്കെന്താണ് പറയാനുള്ളത്, എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ വളരെ നല്ലൊരു ഇതിലാണ് പോയിക്കണത്. നിക്കാഹ് കർമ്മം കഴിഞ്ഞ് അപ്പൊ അതിന്റെ നല്ലൊരു സന്തോഷത്തിലേക്കാണ്. പിന്നെ ഇവരെല്ലാവരും നമ്മളൊപ്പം ഉണ്ടായിരുന്നു, ചെക്കന്മാർ ഫുള്ള് നമ്മളൊപ്പം എല്ലാത്തിനും A to Z
ഇതൊക്കെ ഒരു ദിവസം മുഴുവൻ ഒരു സ്ഥലത്ത് അടങ്ങി ഞാൻ ആദ്യമായിട്ടാണ്. ബാസിലിനോട് ആദ്യം പറഞ്ഞ എന്താ അറിയോ, ബാസിൽ എന്നോട് പറഞ്ഞേ ഇവിടുന്ന് 7 മണിക്ക് പോകണം, നമുക്ക് അവിടുന്ന് 4 മണിക്കേ പോരാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ചിന്തിച്ച് 7 മണി മുതൽ 4 മണി വരെ ഞാൻ എൻ്റെ കരിയറിലൊരു പരിപാടിക്ക് ഇത്ര സമയം ഞാൻ ഒഴിച്ച് മാറ്റിച്ചില്ല. അതായത് എൻ്റെ പെങ്ങളെ കല്യാണത്തിനും കൂടി ഞാൻ 2 മണിക്കൂറോ 2.5 മണിക്കൂറോ പോയി വേഗം തലാട്ടിങ്ങോട്ട് പോന്നേക്കണം. അപ്പോൾ ബാസിൽ നിന്നൊരു വ്യക്തി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ എന്ത് ചെയ്തത്, രാവിലെ 7 മണിക്ക് കാറ് കേകി കുളിച്ച് നീച്ച് സ്വന്തമായിട്ട് കേകി അല്ലെങ്കിൽ സ്വന്തമായിട്ട് തന്നെ കേക്കില്ല, എന്നിട്ട് ചായ കുടിച്ച് വേഗം കൊട്ടിപ്പടഞ്ഞ് അങ്ങോട്ട് പോയി അവിടെ കൊണ്ടിരുന്നത്. അപ്പം ഇവനിന്ന് അവിടെ എടുത്തതിനെക്കാട്ടിലും ഫോട്ടോ ആ ക്രൗഡിൽ നിന്ന് ഞാൻ എടുത്തിരുന്നത്. അതായത് ഞാൻ ഇങ്ങോട്ട് അതായത് കുടുംബക്കാരെ നമുക്കൊരു കോളേജ് പരിപാടി ഉദ്ഘാടനം കാണാൻ വെച്ചാൽ നമുക്ക് തിരക്കുകൾ ഉണ്ട് കാരണം ഓടി കഴിച്ചിലാവാൻ പറ്റും. അതായത് വണ്ടി സ്റ്റാർട്ടാക്കി ഞങ്ങൾ പോണ് വേറെ പറഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റും. ഇത് ഫുള്ള് ഇവൻ്റെ അമ്മോശങ്കാക്കിയും ഓരോ കുടുംബക്കാരും ഓല പെരയത്തെ ആൾക്കാരാണ്, നമുക്കൊന്നും പറയാൻ വയ്യ. അതായത് എൻ്റെ ഈ കയ്യും ഏകദേശം തീരുമാനമായിരിക്കണം. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഞാൻ ബാസിന് വേണ്ടി ഞാനത് ചെയ്യുമെന്ന് പറഞ്ഞതാണ്. അങ്ങനെ 4 മണി 4:30 വരെ ഞാൻ വിചാരിച്ചു ഒരു 12 ആകുമ്പോൾ മിന്നണം എന്ന് വിചാരിച്ചിനി. പക്ഷേ പിന്നെ എനിക്ക് തോന്നി ആ ഒറ്റക്കാണ് മിന്നണ്ട, അവിടെ നിന്ന് സഹകരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തുടർന്നും ഈ സഹകരണം ഞാൻ പ്രതീക്ഷിച്ചു കൊള്ളുന്നു. വർഷങ്ങൾ സമയമെടുത്താലും ആ ഒരു സഹകരണം നിന്റെ ബാധ്യത ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചു കൊള്ളുന്നു. അപ്പം എന്തായാലും മംഗളമായി കഴിഞ്ഞു. എല്ലാവരെയും പ്രാർത്ഥനകൾക്ക് നന്ദി, നമ്മളോട് സഹകരിച്ച സഹകരണ സ്ഥാപനങ്ങൾക്ക് നന്ദി. എല്ലാവരോടും ഒരുപാട് ആൾക്കാർ ഒരു ഒത്തുചേരല ഇനി ഒരു കല്യാണം, അതായത് ഇപ്പോൾ ലവ് നോട്ട്സ് ആണെങ്കിലും കയാലി ആണെങ്കിലും പിന്നെ ലിൻഫാബ്, അതായത് ഇവര് ഡിസൈൻ ചെയ്ത ഡ്രസ്സാണ്. ഒരുപാട് ആൾക്കാർ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ലിൻഫാബിന്റെ ആൾക്കാർ ഒലി ഡ്രസ്സിന് ഇങ്ങനത്തെ ഒരു വെറൈറ്റി ആയി, ആ സാധനങ്ങളൊക്കെ ഒരുപാട്. പിന്നെ എനിക്ക് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം മഹറിന്റെ കൂടെ ഒരു ഖുർആനും ഒരു മുസല്ലൊക്കെ അങ്ങനെ നമുക്ക് പോലെ ഇത് അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ നമ്മൾ സഹകരണ സ്ഥാപനങ്ങളെ മൊത്തം പേരും ഡീറ്റെയിൽസ് ഒക്കെ ബാസിൽ ഡിസ്ക്രിപ്ഷനിൽ വേഗം കൊടുക്കുന്നുണ്ടാവും. വേറെ എന്താണ് പറയാനുള്ളത്? വേറെ തന്നെ അപ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച കുറേ ആളുകളുണ്ട്, എപ്പോഴും വിശ്വാസം അറിയിക്കുന്ന ആളുകളുണ്ട്. എല്ലാവരോടും ഉമ്മമാര്, കുട്ടികൾ, നമ്മളെ യൂത്തിലുള്ള കുട്ടികളും എല്ലാവരോടും യൂത്തുകൾ എല്ലാവരോടും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ വ്ളോഗുകളൊക്കെ കാണുന്ന എല്ലാവരോടും ഒരുപാട് താങ്ക് യു. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഈ വ്ളോഗ് അവസാനിച്ചതായി അറിയിക്കുന്നു. ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ബൈ. മണിനാഥം മുഴങ്ങട്ടെ.